ആളുകളൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ സ്ഥാപനങ്ങളെയാണ് സ്റ്റഡി സെന്റർ എന്ന് വിളിക്കുന്നത് എന്ന് ചില വിദ്യാർത്ഥികൾ വിചാരിക്കും. അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി ലെവലിൽ അല്ലെങ്കിൽ സെക്കൻഡറി ലെവലിൽ ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡന്റ് ആണ്, ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്, ഇതിന്റെ ക്ലാസ്സുകൾ ഇവിടെ നൽകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഏത് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ ക്ലാസ്സുകൾ പോകുന്നത്, ഏത് ലാബ് മാനുവൽ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചിലപ്പോൾ പോസ്റ്റലായിട്ട് NSSന്റെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ വരും. അത് എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന SSLC +2 വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ PCP ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളിൽ പല സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ആ സംശയങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 2026 അതായത് 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ +2 പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലെയും സ്ട്രീം 2ലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. കൂടാതെ 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ PCP ക്ലാസ്സസിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകളിലാണ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളിൽ ഈ ഒരു PCP ക്ലാസ്സസിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു PCP ക്ലാസ്സസിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PCP ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ടും പറയേണ്ട ആവശ്യകത ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണ്. നമ്മുടെ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് നിങ്ങൾ NIOSലെ SSLC ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററുകളിൽ നിന്ന് തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും ആ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റഡി സെന്ററിൽ നിന്ന് ലഭ്യമാകുന്നതാണ് കേട്ടോ. അപ്പൊ ആ ക്ലാസ്സസിനെ പറയുന്ന പേരാണ് PCP ക്ലാസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം ഇതിന് മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2025 ഒക്ടോബറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു ക്ലാസ്സസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ചില വിദ്യാർത്ഥികൾ നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ PCP ക്ലാസ് PCP ക്ലാസിന്റെ സ്റ്റഡി സെന്റർ എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പം ചില ആളുകളൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ സ്ഥാപനങ്ങളെയാണ് സ്റ്റഡി സെന്റർ എന്ന് വിളിക്കുന്നത് എന്ന് ചില വിദ്യാർത്ഥികൾ വിചാരിക്കും. അങ്ങനെയല്ല. നമ്മുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന നമ്മുടെ NIOSൽ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ NIOS നമുക്ക് നൽകുന്ന ID കാർഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റഡി സെന്റർ ആണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ NIOSന്റെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അക്കാദമിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും അല്ല കേട്ടോ. അതൊന്നും ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ മനസ്സിലാക്കുക, NIOSന്റെ ID കാർഡിലുള്ള സ്റ്റഡി സെന്റർ ആണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ. ഓക്കെ. അപ്പൊ ആ സ്റ്റഡി സെന്ററിലേക്കാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് വിളിക്കേണ്ടത്, ഈ PCP ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് വിളിക്കേണ്ടത്. ഓക്കെ. അപ്പം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റഡി സെന്ററിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കും നമ്പർ എവിടുന്ന് കിട്ടുന്നു, ഗൂഗിളിൽ നോക്കിയാൽ മതി നമ്പർ കിട്ടും കേട്ടോ. ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റ് ഒന്ന് പോയി അന്വേഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഈ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയാ 2025 ഒക്ടോബർ മാസത്തില് ഞാൻ +2 അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി ലെവലിൽ അല്ലെങ്കിൽ സെക്കൻഡറി ലെവലിൽ ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡന്റ് ആണ്, ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ്, അപ്പൊ ഇതിന്റെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയാ. അപ്പൊ സ്റ്റഡി സെന്റർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിലുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ സാർമാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട്. ഇപ്പൊ പറയാണ് ഇത് ഈ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ഇവിടെ നൽകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി
ഇനി സ്റ്റഡി സെന്റർ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് സ്റ്റഡി സെന്ററിലുള്ള ആളുകൾ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് മാർക്കും കാര്യങ്ങളും ഉള്ളതാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റഡി സെന്ററുകാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ PCP ക്ലാസ്സസിനൊക്കെ പോകുന്ന സമയത്ത് ചില സ്റ്റഡി സെന്ററുകാർ നമ്മളോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ PCP ക്ലാസ്സസിന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയും. അപ്പൊ എന്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്, നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത നിങ്ങളുടെ NIOSന്റെ ഡാഷ്ബോർഡ് അല്ലെ, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. ഈ ഡാഷ്ബോർഡിൽ തന്നെ എന്താണ് PCP ഹോൾ ടിക്കറ്റ്, PCPയുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുക, അതായത് നിങ്ങൾക്ക് ഈ PCPയുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതിലെന്താ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ഏത് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ ക്ലാസ്സുകൾ പോകുന്നത്, ഏത് ഡേറ്റിലാണ് ഏത് ടൈമിലാണ്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ പറയും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ടാണ് വിദ്യാർത്ഥികൾ വരേണ്ടതെന്ന് ചില സ്റ്റഡി സെന്റർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി അതല്ല, ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിന്ന് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ PCP ക്ലാസ്സസിന് പോവാം. അപ്പൊ PCP ക്ലാസ്സസിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം, ഈ ഹോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെ, അതുപോലെ തന്നെ റെക്കോർഡ് ബുക്ക് ഉണ്ടായിരിക്കണം, പിന്നെ ലാബ് മാനുവൽ അല്ലെ. നമുക്കറിയാം 2024 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പഴയ കുട്ടികളുടെ ഏതെങ്കിലും റെക്കോർഡൊക്കെ വാങ്ങിച്ച് എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ലാബ് മാനുവൽ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ലാബ് മാനുവലിലുള്ള എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതിക്കൊണ്ട് വേണം പോകാനായിട്ട്. ഇനി ചില സ്റ്റഡി സെന്ററിൽ അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലിന്റെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ്സ് സ്റ്റഡി സെന്ററിൽ നൽകുന്നുണ്ടെങ്കിൽ ആ എക്സ്പെരിമെന്റ്സ് വേണം നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കാനായിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ലാബ് മാനുവലിൽ നിന്ന് റെക്കോർഡിലേക്ക് എഴുതേണ്ട എക്സ്പീരിയൻസ് എല്ലാം നോക്കിയിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ എക്സ്പെരിമെന്റ്സ് എഴുതേണ്ടത്. അപ്പൊ ഈ എക്സ്പെരിമെന്റ്സ് എഴുതുന്നതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റഡി സെന്ററുകാർ പറഞ്ഞു തരും. ഒന്നെങ്കിൽ നിങ്ങൾ പഴയ സ്റ്റുഡൻസ് നോക്കി എഴുതിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ലാബ് മാനുവൽ നോക്കിയിട്ട് നമ്മൾ എക്സ്പെരിമെന്റ്സ് എഴുതിയാൽ മതി. ഇനി അതല്ല, ഞങ്ങളായിട്ട് ഇവിടുന്ന് എക്സ്പെരിമെന്റ്സ് തരാം, അതാണ് നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് വേണം നിങ്ങൾ അവർ തരുന്ന എക്സ്പെരിമെന്റ്സ് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് റെക്കോർഡ് ബുക്കിൽ എഴുതി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ PCP ക്ലാസ്സസിന് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഹോൾ ടിക്കറ്റ്, NIOSന്റെ ID കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് ബുക്ക് ഇതെല്ലാം ആയിട്ട് വേണം. അല്ലെങ്കിൽ ഒരു ആധാർ പ്രൂഫ് നമുക്ക് എപ്പോഴും വേണ്ടതാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ PCP ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടത്. റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സ്പെരിമെന്റ്സ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ചെയ്യാനായിട്ട്, അതായത് നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ PCP ക്ലാസ്സസിനൊക്കെ പോകുന്ന സമയത്ത് ലാബ് മാനുവൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലാബ് മാനുവലും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ചില സ്റ്റഡി സെന്ററുകളും ചിലപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടാവുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചിലപ്പോൾ പോസ്റ്റലായിട്ട് NIOSന്റെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ വരും. അതായത് ഇന്ന സ്റ്റഡി സെന്റർ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വരും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. അപ്പൊ ഇപ്പൊ നമുക്ക് PCP ക്ലാസ്സസിന്റെ ഒക്കെ ടൈമാണ്. നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് PCP ക്ലാസ്സസിന്റെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ആ ക്ലാസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പം ആ ഒരു എക്സാമിന്റെ എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്ററുകാർ അവിടെ ചെയ്യിപ്പിക്കും. അത് തന്നെയായിരിക്കും പബ്ലിക് എക്സാമിന് നമ്മളോട് ചോദിക്കുന്നത്. സോ ബാക്കിയുള്ള വിവരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടക്കുന്നു. ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.